കടലൊക്കെ എട്ടറിലായിട്ടുള്ളൂ. പക്ഷെ ഒരു ശൂന്യത പോലെ. പണ്ട് ഈ സമയത്ത് നമുക്ക് കരോളിന് പോകാനും നക്ഷത്രം തൂക്കാനും കാണിച്ചിരുന്ന ഈ ആവേശം ഇപ്പോഴില്ലാലേ? അതെടാ, പണ്ട് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോളേ ഉള്ളിലൊരു കരിമരുന്ന് കത്തണ സന്തോഷമായിരുന്നു. ഇപ്പോൾ അത് വേറൊരു ചടങ്ങായി മാറിയോന്ന് എനിക്ക് സംശയമുണ്ട്. അത് ക്രിസ്മസിന്റെ കുഴപ്പമില്ല പ്ലസാ, നമ്മൾ വളർന്നുകൊണ്ടാണ്. പണ്ട് നമുക്ക് വേണ്ടത് മിഠായിയും ക്രിസ്മസ് ഗിഫ്റ്റുകളുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയ എന്തോ തേടുന്നുണ്ട്. ശരിയടാ, നമ്മള് പണ്ട് അവിടെയൊക്കെ പുൽക്കൂടുണ്ടാക്കി ഓർമ്മയില്ലേ? നിനക്കതൊക്കെ ഓർമ്മയുണ്ടല്ലേ? എനിക്ക് പറഞ്ഞ ശരിയാട്ടാ. പണ്ടാ നക്ഷത്രം കാണുമ്പോ നമുക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നക്ഷത്രം നമ്മളോട് പറയുന്നത് മറ്റൊരു കഥയാണ്. നമ്മൾ കുട്ടിക്കാലം വിട്ട് ഇപ്പോൾ നമ്മൾ ജീവിതത്തിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് വളരുകയാണ്. ആ പഴയ വൈബില്ലെന്ന് നീ പറയുമ്പോൾ ശരിക്കും നമ്മൾ ആത്മീയമായി ഒരു പക്വതയിലേക്ക് മാറുകയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വെറും ശബ്ദം വിളിച്ചും മാത്രമല്ല, നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നതാണ് ഈ ശൂന്യത. അതായത് പഴയ ആഘോഷങ്ങൾക്കപ്പുറം യേശുവിന്റെ ആ യഥാർത്ഥ സ്നേഹം നമ്മൾ അന്വേഷിച്ചു തുടങ്ങുന്നത് എന്നാണോ? അതെ, വൈബല്ല പ്രധാനം, ബോധ്യമാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് വളരുന്നത് പോലെ. നമ്മൾ പണ്ട് ഇതുപോലെ ഉണ്ടാക്കിയ സ്റ്റാർ എന്നൊക്കെ ഓർമ്മയില്ലേ? എങ്കിൽ ഈ നിശബ്ദത എനിക്കിഷ്ടമാണ്. പഴയ കളിച്ചിരികൾക്കാൾ എനിക്ക് സമാധാനമുണ്ട്. ഈ ഒരുമിച്ച് നിൽക്കുന്നതിലുണ്ട്. ആ പഴയ വൈബ് പോയാല് വിഷമിക്കണ്ട. അതിനു പകരം പക്വതയുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരണം. ഈ വൈകുന്നേരങ്ങളിലെ നിശബ്ദതയാണ് നമ്മുടെ യഥാർത്ഥ ക്രിസ്മസ്. നമുക്ക് ഈ മാറ്റത്തെ സ്നേഹിക്കാം. നമ്മൾ വളരുകയാണ് ആ സ്നേഹത്തിൽ. പഴയ നിറങ്ങൾ മായുമ്പോൾ വിഷമിക്കരുത്. അത് കൂടുതൽ വെളിച്ചമുള്ള പുതിയ കാഴ്ചകളിലേക്ക് ഉള്ള വളർച്ചയാണ്. ആഘോഷങ്ങൾക്കപ്പുറം ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുമ്പോൾ ക്രിസ്തുമസിന് പുതിയൊരു അർത്ഥം ലഭിക്കും.